ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ആര്യ ആൻഡ് ജൂഡീസ് ടെയിൽസ് ആൻഡ് ട്രെയിൽസ്. അപ്പോൾ ഇന്ന് ഞാൻ ബാണാസുര വയനാട്ടിൽ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. കുറച്ച് ടൈമായിട്ട് ഇത് ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അതുപോലെ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു കവർ എവറിത്തിങ് റിയലി വെൽ. പക്ഷേ രാവിലെ 7:45 അവരെ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി എത്രയായി, 7 മണി ആവാനായി. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് എത്രത്തോളം നല്ല ഭംഗിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ നല്ല മഴയാണ്. എൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ല മഴയുണ്ട്. അതുപോലെ ക്ലൈമറ്റും ഭയങ്കര മൂടിയിട്ടാണ്. മിക്കവാറും ഞങ്ങൾ മഴയത്തായിരിക്കും ട്രക്ക് ചെയ്യുന്നുണ്ടാവുക. അത് കാരണം നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റിനറിയും പാക്കേജും. നമ്മൾ സോൾട്രിക്സ് ത്രൂ ആണ് ബുക്ക് ചെയ്തത്. നമ്മൾ ധൃതി പിടിച്ചിറങ്ങിയെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ചേട്ടനൊക്കെ ഇപ്പോൾ കട തുറക്കുന്നതേ ഉള്ളൂ. നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പിലെ മറ്റുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിൻ നോക്കിക്കോളും. നമ്മളിവിടെ കറക്റ്റ് ടൈമിൽ എത്തിയാൽ മാത്രം മതി. ഗൂഗിളിൽ നിങ്ങൾ മീൻമുട്ടി വാട്ടർഫോൾസ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാ വരാണ്. ഈ ചാർട്ടിൽ ഫുള്ള് റേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു ലുക്ക് അറ്റ് ഇറ്റ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ കോൺക്രീറ്റ് സ്ലോപ്പ് തന്നെ ഒരു 1.5 സ്ലോപ്പായിരുന്നു. കയറിയപ്പോഴേക്കും നമ്മുടെ പകുതി കാറ്റ് പോയി. പിന്നീട് അങ്ങോട്ട് കാട്ടിലൂടെ ഇതുപോലെ ചെറിയ ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുൽമേട്ടിലേക്ക് കയറുക. അത് കയറി കഴിഞ്ഞിട്ടുള്ളൊരു ഫീൽ 1.5 ഫീലായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ട്രക്കിങ്ങിൻ്റെ മൂഡേ വേറെ ആയിരുന്നു. ലൈക്ക് നല്ല ഫീലായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ട്രക്കിംഗ്, ഈ കാണുന്ന വ്യൂസും പിന്നെ ഈ വെതർ ഭയങ്കര ഫേവറബിൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാറ്റുകുന്ന് പീക്കാണ്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഗൈഡ് രാജി ചേച്ചി. ഈ മലക്കൊരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്. അത് ഗൈഡ് മഞ്ചേട്ടൻ ഇപ്പൊ പറഞ്ഞു തരും. അപ്പൊ മഞ്ചേട്ടൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ വഴിയുള്ളൊരു മലയുണ്ട്, അതാണ് ബാണാസുര മല. ഈ ബാണാസുര മലേന്റെ പേര് വരാൻ കാരണം അസുരൻ രാജാവ് ബാണാസുര, സൺ ഓഫ് മഹാബലി, അവര് ഇവിടെ പണ്ട് തപസ്സിരിക്കുന്നുണ്ടായിരുന്നു പോലും. അങ്ങനെയാണ് ഇതിന് ബാണാസുര മല എന്നുള്ള പേര് വന്നത്. അതുപോലെ ആ വഴി ഇവിടെ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിതൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ പണ്ട് സായിപ്പും പിന്നെ ഒരു അവരുടെ വൈഫും പിന്നെ പട്ടിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് സെറ്റിൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പണ്ട് ആദിവാസിയായിരുന്നു താമസിക്കുന്നുണ്ടായത്. അതിലെ മൂപ്പന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ശപിക്കുകയും പിന്നെ അവർ കല്ലായി മാറിയെന്നാണ് ഇവരുടെ ഐതിഹ്യം പറയുന്നത്. അപ്പം ഇതാണ് കാറ്റുകുന്ന് പീക്ക്, നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ്. പേര് പോലെ തന്നെ ഭയങ്കര കാറ്റായിരുന്നു. അതായത് നിൽക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ടുപോകുന്ന പോലത്തെ കാറ്റായിരുന്നു. ഒട്ടും ബാലൻസ് ആയിട്ടില്ല. നല്ലോണം മഴയുണ്ടായിരുന്നു. മഴയ്ക്കും നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്ന് അടിക്കുകയായിരുന്നു മഴ. അതുപോലെ ഈ ബാണാസുര ഹിൽസ് അപ്രോക്സിമേറ്റ്ലി ഒരു 6,800 ഫീറ്റ് അബവ് സീ ലെവലാണ്. അതുപോലെ ഇറ്റ് ഈസ് ഓഫൺ കോട്ടഡ് ആസ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ വയനാട്.
ചേമ്പ്ര പീക്കാണ് ആദ്യത്തേത്. അതുപോലെ ഈ ഫുൾ ട്രക്ക് ഒരു 18 കിലോമീറ്റർ റൗണ്ട് ട്രിപ്പാണ്. കുട്ടിയാനേടാ നമ്മളിപ്പോൾ സായിപ്പുംകുന്നിന്റെ മണ്ടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലോണം സ്റ്റീപ്പായിട്ടുള്ളൊരു കുന്നാണ്. നല്ല ടഫാണ് ഈ ഒരു കുന്ന് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട്, അവിടെ എത്തിയതേ ഉള്ളൂ. നമുക്കിനി ആ കാണുന്ന മലയില്ലേ, കാണാം കുറച്ച് ആൾക്കാർ അതിൻ്റെ മേലെ പോവാനുണ്ട്. പറയാനൊന്നും പറ്റുന്നില്ല കിതച്ചിട്ട്. ഓ അപ്പോൾ ഇതാണ് സായിപ്പുംകുന്ന് പീക്ക്. ഇവിടെ ചെറിയ മരമുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെയാണ് ആ ഒരു കല്ലുള്ളത്. നേരത്തെ മനുച്ചേട്ടൻ പറഞ്ഞില്ലേ, പണ്ട് ഇവിടെ ഒരു സായിപ്പും പിന്നെ അവരുടെ വൈഫും പട്ടിയും വന്നു, പിന്നെ ശാപം കിട്ടിയതിന് ശേഷം അവരൊരു കല്ലായി. ആ കല്ല് ഇതിൻ്റെ സൈഡിൽ എവിടെയോ ആണ്. കോടം കാരണം ഇപ്പം കാണുന്നില്ല, ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് കാണിച്ചേ.
ഇത് ആ കാണുന്നതാണ് ആ 3 കല്ല്, സായിപ്പും വൈഫും പിന്നെ പട്ടിക്കുട്ടിയും. അങ്ങനെ നമ്മൾ 2 പീക്സും കവർ ചെയ്തതിന് ശേഷം തിരിച്ചു പോവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മീൻമുട്ടി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും ഈ ബാണാസുര ട്രക്കിങ്ങിൽ കവർ ചെയ്യുന്നത്. അങ്ങനെ ഓഫ് ദി 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻമുട്ടി വാട്ടർഫോൾസ് ആയിരുന്നു. ഓഫ് കോഴ്സ് ട്രക്കിംഗ് എനിക്ക് ഇഷ്ടമായി, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ മീൻമുട്ടി വാട്ടർഫോൾസ് ആയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് 3 പോയിന്റ്സും കവർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയിൽ നമ്മൾ ഈ ബാണാസുര സാഗർ ഡാമും കൂടെ കാണാൻ വേണ്ടി പോയി. ഇവിടം വരെ വന്ന അവസ്ഥയ്ക്ക് അത് കാണാതെ പോകുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയി. സെയിം ഡാമാണ് നമുക്ക് മേലെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ട്രക്കിംഗ് പാക്കേജിൽ നമുക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ രാവിലെ നമുക്കൊരു പഴം ബിസ്ക്കറ്റും തരും അവർ കയറുന്നതിന് മുന്നേ ആയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് എനർജി വന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫുഡ് കണ്ടു നല്ലോണം വെട്ടി വിഴുങ്ങി. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കാലൊക്കെ വേദനിച്ചിട്ട് സ്റ്റൂലിന്റെ മേലെ ഒന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞങ്ങൾ 2 ആൾക്കാരും കുറെ കാലമായി ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വന്ന് ചെയ്തതും ഈ ബാണാസുര ട്രക്കിംഗ് ആണ്. കുറച്ച് ഹെവി ട്രക്കിംഗ് ആണിത്. അപ്പോൾ ഞങ്ങൾ എല്ലാ പോയിന്റ്സും കവർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഒരു അഭിമാനമുണ്ട് നമ്മൾ തിരിച്ചു വന്നില്ല എന്ന്. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ ഗൈസ്, സീ യു, ബൈ. സൈനിങ് ഓഫ് ആര്യ.